ഓടിക്കേ. അമ്മാവനോ? ഞാനോ? ഞാൻ അമ്മാവനിക്ക് അമ്മാവനൊന്നുമല്ല. ഞാൻ ബൈജുവാ. ബൈജു. ബൈജു പേരിൽ ഒരു ചെറുപ്പം വരുത്തിയേക്കാം ഒന്ന് വിചാരിച്ചു കേട്ടോ. നല്ല 3 കമ്പനി കിട്ടി, 3 ചെത്തു പയ്യന്മാര്. അവരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പം മനസ്സിനൊരു യുവത്വം. നിന്നാണ് സത്യം. ഓടിക്കേ. ചെറുപ്പക്കാരനാവാൻ ശ്രമിക്കുമ്പോ ഇതുപോലെ നിന്നാണ് എന്നാണെന്നൊന്നും ആണയിടരുത്. മദർ പ്രോമിസ്, ഗോഡ് പ്രോമിസ്, ഷുഗർ അങ്ങനെയൊക്കെ വേണം ആണയിടാൻ കേട്ടാ. That is very good. This is a house. House is beautiful. Okay. No, what is this? What is the problem? എന്തിനാ കിടന്ന് ഷൗട്ട് ചെയ്യുന്നേ? Hi young lady. What is your name? My name is Baiju. I want dance. ഓടിക്കേ, what is this? അല്ല അത് പിന്നെ ഈ ചെറുപ്പത്തിലോട്ട് പോകുമ്പോ ഇങ്ങനെ ഇളക്കം കൂടും. ആ ബൈജു ആളൊരു ടിപ്പിക്കൽ ക്യാരക്ടർ ആണല്ലോടാ. ചിലരങ്ങനെ ഒരുപാട് വാചകം അടിക്കും, ആരോടും കമ്പനി കൊടുക്കും. ആനന്ദ്, മറ്റേ മിഷൻ ഈ ബൈജുവിനെ ഉപയോഗിച്ചൂടെ? ഒന്ന് വാചകം അടിച്ചാൽ മതി, അവൻ വീഴും. അല്ല അത് എന്തെങ്കിലും കുഴപ്പമായാലോ? പറ്റിയ അവനകത്ത് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കേടാ. ഇവനല്ലേ വീട്? ആ അല്ലേ? ആ നോക്കാം. അതെ, ആരാ? ബൈജുന്റെ വീടല്ലേ? ആരെ വേണം? ബൈജുവിന്റെ വീട്. ബൈജുവാ? ഏത് ബൈജു? Hi friends. എനിക്ക് ചുറിയുറുക്ക, ഭയങ്കര ചുറിയുറുക്ക. അല്ല ഇതാരാ? He is my servant. ബൈജുവിന്റെ ഫാദർ ഉണ്ടോ? നോടാ, he is out of order. Nothing da. വാടാ. വാടാ. അല്ല പോടോ. ഇരിടാ. സിക്ടാ. സിറ്റ്. ആ ബൈജു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. ചെൽമിടാ. നാളെ ഞങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, സ്ഥലത്ത് കാണും. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സക്കറിയക്ക് ഒരു പാഴ്സൽ എത്തിക്കണം. നാളെ രാവിലെ 11 മണിക്ക് എത്തേണ്ടതാ. അവനൊരു നല്ല ജോലി ടൈപ്പ്. അതുപോലെ ജോലി ഒരാളുടെ കൊടുത്താൽ അവന് സന്തോഷം. ആ പിന്നെ ബൈജു തന്നെ വേണം അത് കൊണ്ടു കൊടുക്കാൻ. Hey, that is very jolly da. Yeah. Very jolly. Very very funny. അപ്പൊ നാളെ അത് ബൈജു കൊണ്ട് കൊടുക്കും. Sure da, sure. Hey. You are great ടാ ബൈജു, great. കൊടുകൈ. I am very very ചുറിയുറുക്ക്. പിന്നെ Very very ചുറിയുറുക്കടാ. അയ്യോ അമ്മാവാ. അല്ല ബൈജു. That is my true name. എന്റെ പേര്. അങ്ങനെ വീഴ്ചയിലെല്ലാം പറ്റിയോ? No, nothing. ഇങ്ങനെ കിടക്കാൻ നല്ല അത് രസം. ശരി. അപ്പൊ നാളെ ഓക്കെ ശരി. ഓക്കെ ബൈ. എടാ ഓടിക്കേ, പിടിയോടാ. സമയമില്ലട്ടോ. ഓ ഇയ്യോടാ. അയ്യോ പയ്യെ. അയ്യോ. ഇവിടെ ഇരി. അയ്യോ. കഷ്ടം. എന്താണ് ഈ പാക്കറ്റില്? പ്രസാദം, പ്രസാദം. ബൈജു ഇത് പോക്കറ്റ് വെച്ചോളൂ. വെച്ചോളൂ. സക്കറയുടെ അടുത്ത് എന്നിട്ട് ചൊവ്വാഴ്ച എന്ന് പറയാം. ഇന്ന് ബുധനാഴ്ചയല്ലയോ? അതെ. ഓ പക്ഷെ ഇതൊരു തമാശക്ക് വേണ്ടിയാ, ഒരു രസത്തിന്. ഓ എനിക്ക് ഭയങ്കര ചുറുക, ഭയങ്കര ചുറുക്ക്. യുവത്വം എന്ന് പറഞ്ഞാൽ എന്റെ യുവത്വമാ. യുവത്വം കണ്ടില്ലേ, ചോര തിളതിളതിളാന്ന് തിളക്കുന്നേ. അപ്പൊ ഇന്ന് ചൊവ്വാഴ്ചയാന്ന് പറയാം. അതെ, അപ്പൊ സക്കറിയ ഇന്നലെ ജൂലൈ മാസം എന്ന് പറയും. ജൂലൈ മാസം. എല്ലാം കൂടെ എന്ത് രസമാണ്. ഇന്നലെ ജൂലൈ ആന്ന് പറയുമ്പോ രഹസ്യമായിട്ട് ഈ പാക്കറ്റ് അതെന്തിനാ? മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. നമ്മളെല്ലാം യുവാക്കളാണ് അല്ലേ? എല്ലാം യുവാക്കൾ. പേടിക്കണ്ട, കൃത്യസമയത്ത് തന്നെ ഞാനിത് സക്കരയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. ഓക്കേടോ? അറിഞ്ഞോ ഓടിക്കേ? കോളേജിൽ ബ്രൗൺ ഷുഗർ വിൽപ്പന. കോളേജ് പയ്യന്മാരുടെ ഗ്യാങ്ങാ. അത് ശരി. 2 എണ്ണത്തിന് പോലീസ് പിടിച്ചു, ഒരുത്ത ഓടിക്കളഞ്ഞു. പക്ഷെ തല്ലൂറെ കിട്ടി. അല്ല ഈ ഓടിയവന്റെ പേര് ബൈജു എന്നോ മറ്റോ ആണോ? അങ്ങനെ എന്തോ പറഞ്ഞത്. തലയ്ക്ക് സുഖമില്ലാത്ത ആരോ ആണ് കേട്ടാ. വീട്ടിനകത്ത് കയറുന്നുമ്പോ ഞാൻ നോക്കട്ടെ. കാണാ അമ്മാവ, എന്ത് പറ്റി അമ്മാവ? ഇഞ്ഞടുത്ത് ഓടിക്കേ, ഞാൻ നിന്റെ കാര്യം രഹസ്യമായിട്ട് പറയാം.
എന്ത് കാര്യം അമ്മേ, അയ്യോ, എന്താ അടിക്കുന്നത്? എന്താ പോയത് അടിക്ക്? മാനം മര്യാദയ്ക്ക് നടന്ന എന്നെ കൊണ്ട് നീയല്ലോ ഈ വേഷം കെട്ടിച്ച് ചെറുപ്പക്കാരനാവാൻ തലമുടിയുടെ അയി ജയിച്ച് നീ എന്നെ കൊണ്ട് കോമാളി വേഷം കെട്ടിച്ച് ദേ, അമ്മാവ ചെവിക്കല്ലടിച്ചാൻ പൊട്ടിക്കും കേട്ടോ. പറഞ്ഞോട്ടെ. അയ്യോ അവന്മാര് പൊറിഞ്ഞു കെട്ടി ഏൽപ്പിച്ചത് ബ്രൗൺ ഷുഗർ ആയിരുന്നടാ, ബ്രൗൺ ഷുഗർ. ഇന്ന് ചൊവ്വാഴ്ച, ഇന്നലെ മറ്റേ മാസം, അതൊക്കെ കോഡായിരുന്നടാ, തിരിച്ചറിയൽ കോഡ്. ഈ കോടുകൾ കാരണം എന്തായാലും ദേഹം കേടായല്ലേ. ആ ഇനി ഒടിയാനും ചതയാനും ഈ ശരീരത്തിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലടാ, ഓടിക്കാൻ ബാക്കി ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലടാ. കണക്കായി പോയി. കണ്ട ഡൈ ഇളകിയിരിക്കുന്നു. പോടാ. അയ്യോ എൻ്റെ അമ്മോ. അയ്യോടാ ബൈജുന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ മാറ്റിയോ? നോക്ക്, മിണ്ടിപ്പോവരുത്. ബൈജു എന്നുള്ള പേര് ഇവിടെ മിണ്ടിപ്പോവരുത്. ഞാൻ അമ്മാവൻ, പഴയ അമ്മാവൻ. അടിപൊളി. ഇപ്പോഴാണ് കറക്റ്റ് ഓടിക്കേ. ഓരോ പ്രായത്തിലും ആ പ്രായത്തിന്റെ ചില പ്രത്യേകതകളുണ്ട്. 5 വയസ്സിൽ കണ്ണൻ ചിരട്ടെ കഞ്ഞിയും കറിയും വെച്ച് കളിക്കും. പക്ഷെ 50 വയസ്സിൽ ആ കളി കളിച്ചാലോ പിടിച്ച് ഉളമ്പരെ കൊണ്ടാക്കും. തലമുടി കറുക്കേണ്ട സമയത്ത് കറുക്കണം, വെളുക്കേണ്ട സമയത്ത് വെളുക്കണം. കള്ളറടിച്ച് കറുപ്പിച്ച ഇതേപോലെ കർണക്കുട്ടി അടിച്ച് കറുപ്പിക്കും. ഒരടിയോടുകൂടി അമ്മാന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. മനസ്സിലായടാ ഓടിക്കേ, മനസ്സിലായി. ഇങ്ങോട്ട് കണ്ണിലെ പൊന്നീച്ച പോലെ എല്ലാം മനസ്സിലായി. അയ്യോ, വാർദ്ധക്യത്തിൽ ലളിത ജീവിതവും കളങ്കമില്ലാത്ത പ്രവൃത്തിയുമായി മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട കാലമാണ്. അല്ലമ്മാവാ, അപ്പൊ ഈ ഒറ്റപ്പെട്ടവന്റെ ജീവിതം എന്ന് പറഞ്ഞ് ലതാകുമാരിയുടെ പുറകിൽ നടക്കുന്നതാ അതാ? അതോ അത് ചില ചോദ്യങ്ങൾക്കൊന്നും ചിലപ്പോ മനുഷ്യർ ഉത്തരം പറയാൻ പറ്റത്തില്ല. ഇതും അതുപോലെ. ബൈജു പോന്നാ ഈ ബൈജുവിന്റെ ഒരു കാര്യം. അയ്യോ ചെന്ന് വെള്ളം എടുത്ത് കുടിക്കാം, അല്ലെങ്കിൽ തൊണ്ടേ കൊടുക്കും. എന്താ ചേച്ചി വൈകിയത്? അയ്യോ എന്തൊരു ട്രാഫിക് ജാം, എന്തൊരു ട്രാഫിക് ജാം. ചേച്ചിക്ക് എന്നും ഒഴിവുകളുണ്ട് വരാൻ താമസിക്കുന്നതിന്. ഇന്ന് ട്രാഫിക് ജാം. അല്ല, ട്രാഫിക്കും ചേച്ചിയും തമ്മിൽ എന്താ ബന്ധം? ചേച്ചി നടന്നല്ലേ വരുന്നത്? നടന്നു വരാതെ പിന്നെ ആകാശത്തൂടെ വരണത്. റോഡിന്റെ ഒരു അരികു പറ്റി. നാരായണ ഭഗവാനെ, യേശുദേവ, അള്ളാഹു ആയുസോടെ ഇട്ടേക്കണം. സമസ്ത ദൈവങ്ങളെയും പ്രാർത്ഥിച്ചാണ് മക്കളെ നടക്കണത്. കാല് കുത്താ റോഡിൽ സ്ഥലമില്ല. ഇപ്പൊ കാറില്ലാത്ത വീടുകളുണ്ടാ? അരിയും മുളകും മണ്ണെണ്ണയൊക്കെ വാങ്ങിക്കണ പോലെയല്ലേ ഇപ്പൊ വീടുകളിൽ കാറുള്ളത്. ഇനി ഒരു കാലത്ത് പലവ്യഞ്ജന കട വഴിയായിരിക്കും ആളുകൾ കാർ വാങ്ങിക്കാൻ പോണത്. ആ എന്തായാലും ശരി. സതിച്ചേച്ചി വല്ലാത്ത ദേഷ്യത്തില്ല. സ്ഥിരമായിട്ട് ലതച്ചേച്ചി വൈകുന്നു പരാതി പറഞ്ഞിട്ടാ പോയത്. പിന്നെ ശൗന്തള കുഞ്ഞ് ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാ മതി. ദേഷ്യം തണുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റൊരാളിന്റെ ഉപദേശമല്ലേ. ചേച്ചിക്ക് വേണ്ടി ശൗന്തള കുഞ്ഞ് ഒന്ന് പറയണം. ബുദ്ധിമുട്ടാണ് ചേച്ചി. കള്ളത്തരത്തിന് കൂട്ടി നിൽക്കാൻ ഈ ശകുന്തല കിട്ടില്ല ചേച്ചി. കുഞ്ഞെ നോക്ക്, ഞാനേ എന്റെ ഒരു കാര്യം മര്യാദയ്ക്ക് പറഞ്ഞു. എനിക്ക് വേണ്ടി സതികുഞ്ഞിനോട് പറയാൻ. കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ശരി, ചില കള്ളത്തരങ്ങളൊക്കെ ഞാനും കാണുന്നുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞ് കുറെ നാളായല്ലോ പറ്റിക്കൂടി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇറക്കി വിടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി അധികം ന്യായം പറയല്ലേ. എന്തൊരു ചേച്ചി ഈ വീട്ടിലെ ജോലിക്കാരനാണെങ്കിലേ ഞാൻ ഈ വീട്ടിലെ ബന്ധുവാ. ബന്ധു? ജോലിക്ക് വരുന്ന ആളെ വീട്ടുകാരിയെ വരട്ടണ്ട. അയ്യ നോക്ക്, നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അത് പഴഞ്ചൊല്ലില്ലേ നീർക്കോലി. ഇപ്പൊ കടിക്കാൻ വരുന്ന നീർക്കോലിയെ തല്ലി ഓടിക്കും. അതുമല്ല ഇപ്പൊ വെള്ളത്തിനൊക്കെ ക്ഷാമമാ. നീരുണ്ടായിട്ട് വേണ്ടേ അതിൽ നീർക്കോലി ഉണ്ടാവാൻ? അയ്യേ, അപ്പൊ ഞാൻ വിചാരിച്ച ഒന്നും നടക്കൂലെന്നാണാ? നടക്കും. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇവിടം വരെ നടക്കും. ഇവിടുന്ന് ചേച്ചിയുടെ വീട് വരെ നടക്കും. ആ നടപ്പ് നടക്കാൻ പറ്റും. എന്നാ ശരി, കൂടുതലൊന്നും പറയുന്നില്ല. വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് ഈ ലതാകുമാരി കാണിച്ചു തരാം. ചേച്ചി അത് ശരി, ഫസ്റ്റ് ജോലി ചെയ്യാൻ വരുന്നതേ താമസിച്ച് വന്നിട്ടങ്ങ് കൂർക്കം വലിച്ച് ഉറക്കവും. അയ്യോടാ, സ്വപ്നം കണ്ട് ചിരിക്കുക. സുഖ സുഷുപ്തി. ജനിച്ചാൽ ഇതുപോലെ ജനിക്കണം. ശൗന്തളെ, സതിക്കുഞ്ഞിനോട് അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ദുഷ്ടത കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നതല്ലേ?
പാവം കിട്ടും, പാവം കിട്ടും. അയ്യോ, ഞാൻ പറയും, സതികുഞ്ഞിനോട് എല്ലാം പറയും. ലേ ചേച്ചി, ലേ ചേച്ചി. അയ്യോ അയ്യോ, കുഞ്ഞു വന്നാ കുഞ്ഞെ ക്ഷമിക്കണം, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. അല്ല ചേച്ചി, ചേച്ചി ഉറക്കത്തിൽ എന്തൊക്കെയോ പറഞ്ഞല്ലോ. എന്തോന്ന്? ഓ, ഇതാണ് എന്റെ ഒരു കുഴപ്പം. പകൽ സമയത്ത് ഞാൻ കേൾക്കുന്നതും പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഉറക്കത്തിൽ അങ്ങ് വിളിച്ചു പറയും, പ്രത്യേകിച്ച് ഈ പകൽ ഉറങ്ങുമ്പോ. അല്ല ചേച്ചി, ഈ ഉറക്കത്തിൽ പറയുന്ന കാര്യങ്ങളെ അത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണോ? ഞാൻ പറഞ്ഞില്ലേ, പകൽ സമയത്ത് ഞാൻ കാണുന്നത് കേൾക്കുന്നതായ കാര്യങ്ങള്, അതാണ് വിളിച്ചു പറയണത്. അതെയോ? അയ്യോ, 100 കൂട്ടം ജോലി കിടക്കണ കുഞ്ഞേ, ചേച്ചി. ജോലി ഒന്നും ആയില്ല. ചേച്ചി പറഞ്ഞിട്ട് പോ. ചേച്ചി, ചേച്ചി നിന്നെ ചേച്ചി, നിന്നെ ചോദിക്കട്ടെ. ജോലി ഒരുപാട് കിടക്കണ. നിക്ക്. ഇന്നിവിടെ പറഞ്ഞ കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? അയ്യോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ? ഞാൻ പോകുമ്പോഴേക്കും കടയിൽ നിന്ന് സോപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ, അതായിരിക്കും. അല്ല, അതല്ലേ ചേച്ചി. അയ്യോ, അതല്ലെങ്കിൽ പിന്നെ തോന്നുന്നു. ഞങ്ങളുടെ അയലോക്കാരും തമ്മില് അതിര് തർക്കം ഉണ്ടായിരുന്നു, അതായിരിക്കും. അയ്യോ, അതൊന്നും അല്ല, അതിന് തർക്കമൊന്നും അല്ല. അപ്പൊ പിന്നെ തോന്നുന്നു. അതെ, ശകുന്തളയില്ലേ, അവളോടാണ് ചേച്ചി കാര്യങ്ങൾ പറഞ്ഞത്. ഉറക്കത്തില് അയ്യോ അരുത്, തെറ്റാണ് ശകുന്തളെ, അങ്ങനെയൊക്കെ പറഞ്ഞു. അയ്യോ ഈശ്വര, അയ്യോ ഞാനത്, അയ്യോ മുറ്റത്ത് ഒരുപാട് ചവറ് കിടക്കണം, എനിക്ക് വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ നേരെ ഇല്ല. ചേച്ചി പ്ലീസ്, ചേച്ചി പ്ലീസ്, ചേച്ചി ശകുന്തളയെ കുറിച്ച് ചേച്ചി എന്താ പറഞ്ഞ യഥാർത്ഥ സംഭാഷണം? സ്വപ്നത്തിൽ പറയുമ്പോൾ ചേച്ചി പറയുകയും ചെയ്തു. കാര്യം പറയേച്ചി, എന്താ ചേച്ചി സംഗതി, എന്താ ചേച്ചി? കുഞ്ഞ് എന്നെ നിർബന്ധിക്കരുത്, ഞാൻ പറയൂല. ചേച്ചി ചേച്ചി പ്ലീസ്, ചേച്ചി ചേച്ചി പ്ലീസ് കുഞ്ഞെ, ഡോണ്ട് ടച്ച് മീ. നോ, ഐ പ്രസ്. ചേച്ചി പ്ലീസ്, ചേച്ചി ഒന്നും പറയേച്ചി പ്ലീസ് ചേച്ചി. ഇല്ല, ഞാനത് പറയൂല. ഈശ്വര, എന്നാലും എന്റെ സ്വപ്നം എത്ര ജീവിതങ്ങൾ ഇല്ലാതെയൊക്കെ പോണത്. ചേച്ചി പറയേച്ചി, ചേച്ചി പ്ലീസ്. കുഞ്ഞെ, ആ ശൗന്തള കുഞ്ഞൊരു പാവോ. അയ്യോ, ജോലി ഒന്നും ആയില്ലേ. എന്താ ചെയ്ത് ചേച്ചി? മാർക്കറ്റിലൊക്കെ എന്തൊരു തിരക്കാ. ഓ, തിരക്കിലൊക്കെ നിന്നാ അങ്ങ് ഉരുകി പോവല്ലേ. എന്താ ചേച്ചി ഇങ്ങനൊക്കെ? അല്ല, എന്നാ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നേ? ഇറക്കി വിടാൻ പോകുന്നോ? ആരെ ഇറക്കി വിടാൻ പോകുന്നു? അയ്യോ, കൊച്ചു കുഞ്ഞൊന്നും അറിഞ്ഞുകൂടാ, ഫസ്റ്റ് ജന്മോ. ലേ ചേച്ചി എന്നോടെല്ലാം പറഞ്ഞു. ലത ചേച്ചിയോ? ലത ചേച്ചിക്ക് എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറയാനുള്ളത് എന്താണെന്ന് ഉറക്കപ്പിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അല്ല, ദൈവമായിട്ട് എന്നെ കേൾപ്പിച്ചു. എന്താ ലത ചേച്ചി പറഞ്ഞത്? ലതാകുമാരിയോടാണ് നമ്പർ ഇടാൻ പറഞ്ഞത്. കടലില് കൂനിപ്പൊടി കപ്പല് മറിക്കും, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. കടലിലെ ഒരു ജാതി മീനാണ് കൂനിപ്പൊടി. കടുകുമണിയിൽ അത്രേ ഉള്ളൂ. ലക്ഷക്കണക്കിന് കൂനിപ്പൊടികൾ ചേർന്ന് ഗോളം പോലെ കടലിൽ കിടക്കും. കപ്പല് ചരിയാൻ വരെ ഇത് കാരണമാവും. പോട്ടല്ലേ ചേച്ചി, ശകുന്തള ഒരു പാവല്ലേ. എന്റെ കുഞ്ഞെ, നമ്മളൊരാളോട് ഉടക്കുന്നതിന് മുമ്പ് ഒരു 50 വട്ടം ആലോചിക്കണം. വിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഇല്ലേതാ കുമാരി അടക്കുള്ളൂ. ദേ ശകുന്തള കൂടുതലൊന്നും പറയണ്ട. എന്റെ ചേച്ചി, ഇതൊക്കെ ലത ചേച്ചി ഓരോന്ന് ഊഹിച്ചു പറയുന്നതാ. ദേ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ദേ ലത ചേച്ചി ഇതൊക്കെ ഉറക്കത്തിൽ പറഞ്ഞതാ. ഉറക്കത്തിലാവുമ്പോ ഉണ്ടാക്കി പറയാനൊക്കത്തില്ലല്ലോ. മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നതാ. ഉള്ളിൽ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നത് ഉറക്കത്തിൽ പുറത്തേക്ക് ആടും. ചേച്ചി ഒന്നും പറയണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും വാടക വീട് നോക്കിയോ, അതാ നല്ലത്. അയ്യോ ചേച്ചി. അമ്മാവാ, എന്താ മോളെ? ശകുന്തള ഓടിക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാൻ പോവല്ലേ? അയ്യോ, എന്നാര് പറഞ്ഞു? അതൊക്കെ നോക്കിക്കോ. അല്ല, പെട്ടെന്ന് പറഞ്ഞു വിടാൻ അതേത് വകുപ്പിലാ? വകുപ്പൊക്കെ ലത ചേച്ചിയുടെ. സൂക്ഷിച്ചു നിന്നില്ലെങ്കിലേ അമ്മാവൻ ട്രാൻസ്ഫർ ഓർഡർ കിട്ടും. ഈശ്വര. ലത ചേച്ചി, എന്തു കുഞ്ഞേ? ഒന്നും അറിഞ്ഞൂടല്ലേ? സൽച്ചിച്ചോട് എന്തൊക്കെ കള്ളോ പറഞ്ഞു കൊടുത്തേ? കള്ളോ? എന്ത് കള്ളം? ഞാൻ സൽച്ചിച്ചെ കുറിച്ച് പറഞ്ഞു, ഈ വീട് ഞാനും ഓടിക്കച്ചേട്ടനും കൂടെ അടിച്ചെടുക്കും, സൽച്ചിച്ചെ പുറത്താക്കുന്നൊക്കെ. അതാണോ? അത് ഞാൻ പറഞ്ഞു. അത് ശരി. പച്ച കള്ളം പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ ധൈര്യം വന്നു ചേച്ചിക്ക്? കള്ളോ? ഞാൻ 100% പരമാർത്ഥമാണ് പറഞ്ഞത്. സതിച്ചേച്ചിയെ കുറിച്ച് ഞാൻ ചേച്ചിയോട് അങ്ങനൊക്കെ പറഞ്ഞോ? പറഞ്ഞു. എപ്പോ? ഉറക്കത്തില്, സ്വപ്നത്തില്. എന്താ? ഞാൻ ഉറങ്ങുമ്പോ കണ്ട സ്വപ്നത്തില് കുഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഓ, അത് ശരി.
സ്വപ്നത്തിൽ കണ്ടതാണോ സത്യമാണെന്ന് പറഞ്ഞു കൊടുത്തത്? ആ സത്യം എന്നുള്ള മട്ടിൽ ആര് പറഞ്ഞു? ആ, ഞാൻ സ്വപ്നം കണ്ടു, കണ്ട കാര്യം കണ്ട പോലെ അങ്ങ് പറഞ്ഞു. ഒരു കാര്യം ഒളിയും മുറയും വെക്കുന്ന സ്വഭാവം ഈ ലതാകുമാരിക്കില്ല. ഞാൻ ഉള്ളതുപോലെ പറയും, മുഖത്ത് നോക്കി പറയും, ഇനിയും പറയും. ഒരു കാര്യം ചെയ്യണം, ലത ചേച്ചി സഹിച്ചോട് പറയണം സ്വപ്നത്തിൽ കണ്ടതാണ് സത്യമല്ലാന്ന്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ. ആ. ഇനിയും പറയും, സ്വപ്നം കണ്ടാണെന്ന് പറയും. ഉം. പക്ഷേ കണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റൂല. ദേ ശൗന്തളയോട് മത്സരിക്കല്ലേ? അയ്യോ, നമ്മൾ ആരോടെ മത്സരിക്കണില്ലേ?